സോ ഞാനിപ്പോ വീണ്ടും പ്രഗ്നന്റ് ആയിരിക്കുന്ന കാരണം കൊണ്ട് ക്രേവിങ്സ് കുറച്ച് കൂടുതലാണ്. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഐസ്ക്രീം കഴിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നു, അതും ചോക്ലേറ്റ് ഐസ്ക്രീം. സോ ഞങ്ങളിപ്പോ ഐസ്ക്രീം കഴിക്കാനായിട്ട് പുറത്തേക്ക് പോവാണ്, ഞാനും ഹസ്ബൻഡും പിന്നെ ഒരാളും കൂടി ഉണ്ട്. ഇവിടെ എന്നെ ശല്യപ്പെടുത്തുന്ന ഒരാള്. ബേബി വാവേ 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 ഹായ് പറഞ്ഞേ. ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോവാന്ന് പറഞ്ഞേ. ഓ ഫ്ലൈങ് കിസ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഒറ്റയ്ക്ക് പോകണ്ട, നിങ്ങളും വായോ. സോ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരാളുടെ യാത്ര പറയാൻ മറന്നുപോയി, ലിയോ ബേബിയുടെ അച്ഛമ്മയോട്. സോ അമ്മ മോളില് ഡാൻസ് ക്ലാസ് എടുക്കാണ്. സോ ഞാൻ അവിടെ ഒന്ന് മുകളിലേക്ക് ഒന്ന് പോകണം. ബൈ പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. കമ്മൺ കൊട്ടു മണിക്കുട്ടി കൊട്ട മോഹന. നീ എല്ലാരും തൊട്ട് നമസ്കരിക്കണ്ടേ? തൊട്ട് നമസ്കരിച്ചു. ലിയോ ബേബിക്ക് അച്ഛമ്മേനെ കണ്ട പിന്നെ വേറെ ഒന്നും വേണ്ട. ഡാൻസ് ക്ലാസ്സിൽ കയറി ഇരുന്നാൽ പിന്നെ അവൻ്റെ ഏറ്റവും വലിയ നേരം പോക്കാണ് പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കാന്ന് പറഞ്ഞാല്. സോ എന്തായാലും ഒരു കണക്കിന് അവനെ ഞാൻ താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. നമുക്കിനി ഐസ്ക്രീം കഴിക്കാൻ പോവാം. കമോൺ ലിയോ. ലിയോ വണ്ടി സ്റ്റാർട്ട് ചെയ്യില്ലേ? ദൈവമേ. ലിയോ സെറ്റ് ആക്കട്ടെ. ലിയോ ലിയോ റെഡി? ഓക്കേ. സോ ഞങ്ങൾ ഓൺ ദ വേ ആണ്. ലിയോ ബേബി ഇത്തിരി ഇറിറ്റേറ്റഡ് ആണ് കാർ സീറ്റിൽ ഇരുന്നിട്ട്. ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മണി ആവാറായി. വണ്ടിയിൽ പുറത്തുള്ള ടെമ്പറേച്ചർ കാണിക്കുന്നത് 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പോൾ വൈകുന്നേരം 6 മണിയായിട്ടും ഇത്ര ചൂടുണ്ട് ഇപ്പോഴും. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ചൂട് അങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല. കുറച്ച് സെൻസിറ്റീവ് ആണ് ഞാൻ. അപ്പോൾ എന്താ പറയുക, രാവിലത്തെ ആ പൊരിഞ്ഞ ചൂട് തീരെ പറ്റില്ല, തലകർക്കൊക്കെ തോന്നും. അപ്പോൾ ഞാൻ ഫുൾ ടൈം ഫാനിലിരുന്നിട്ട് അങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ സ്ഥലം എത്തി. റെസ്റ്റോറൻറ്റ് പേര് സീസൺസ് ഈറ്റ് കാഫേ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ കാഫേ ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആംബിയൻസ് സൂപ്പർ ആട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് റെസ്റ്റോറൻറ്റ്, കണ്ടില്ലേ? ഇന്ന് കുറച്ച് തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആക്ച്വലി ഈ റെസ്റ്റോറൻറ്റ് രസമാണ്. ഇവിടെ നമ്മൾ വെയിറ്ററിനൊക്കെ വിളിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട്. ബി ഒന്ന് കാണിച്ച്. അല്ല, ഇവിടെ തന്നെ ഉണ്ട്. വേണ്ട, ഒരു കുഞ്ഞ് ബെൽ. ഇത് ഇങ്ങനെ അടിച്ചാൽ വെയിറ്റർ വന്നിട്ട് നമ്മുടെ ഓർഡർ എടുക്കും. ഞാനൊരു കംപ്ലീറ്റ് ചോക്കോഹോളിക്കാണ്. ഈ ആൽക്കഹോളിക് ഷോപ്പഹോളിക് എന്ന് പറഞ്ഞ മാതിരി ഞാൻ ഒരു കംപ്ലീറ്റ് ചോക്കോഹോളിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂപ്പിൽ ഒരെണ്ണം ചോക്ലേറ്റ് ഐസ്ക്രീം വേണമെന്ന് ഞാൻ പ്രത്യേകിച്ച് വെയിറ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഓർഡർ വന്നിട്ടില്ല. പാസ്ത റെഡിയാകാൻ കുറച്ച് സമയം എടുക്കും, അത് എന്നോട് വെയിറ്റിംഗ്. ഐസ്ക്രീമും വന്നിട്ടില്ല കേട്ടോ. സോ നമ്മുടെ ഗ്രേറ്റ് സൺഡേ ഐസ്ക്രീം വന്നിരിക്കുകയാണ്. ഇഷ്ടായോ? നമ്മുടെ പാസ്ത വന്നിരിക്കുകയാണ്. ചിക്കൻ പാസ്ത വിത്ത് വൈറ്റ് സോസ്. അതായത് ഒലിവ്സ്, ക്യാരറ്റ്സ്, അങ്ങനെ എല്ലാം ബ്രോക്കലി ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഞാൻ കൂടുതൽ പറയുന്നത്, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ കഴിക്കാൻ പോകട്ടോ. ലിയോ ഏതാ വേണ്ടേ? ഐസ്ക്രീം വേണോ, പാസ്ത വേണോ? ഏതാ വേണ്ടേ? പാസ്ത വേണ്ടിയത്. അപ്പോ ഡിസിഷനൊക്കെ ആള് കണ്ടില്ലേ? കഴിച്ച് ഡ്രസ്സിന്റെ മുഖത്തൊക്കെ ആക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല പണിയായിരുന്നു അവന്റെ മെയിൻ ജോലി. ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയതാണ്, ഷട്ടിൽ മൊത്തം ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? ചോക്ലേറ്റിന്റെയും പാസ്തയുടെയും സ്റ്റെയിൻ ഒക്കെ മൊത്തം ഷട്ടിലായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ചോക്ലേറ്റ് സ്റ്റെയിൻ അങ്ങനെ എളുപ്പം
പോകുന്നതല്ല. ലിയോ ബേബിയുടെ ഷർട്ടിൻ്റെ മേലിൽ പറ്റിയ ഈ കറകൾ മാറാനായിട്ട് ഞാനൊരു പുതിയ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യമേ പറയട്ടെ, ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ ചാനലിൽ എപ്പോഴും നിങ്ങൾക്ക് ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസാണ് തരാറ്, ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറയാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴൊക്കെ സ്പോൺസേർഡ് വീഡിയോസ് ചെയ്യുമ്പോൾ അത് നിങ്ങളോട് പറയാതെ ഒരിക്കലും ചെയ്യില്ല. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് മറച്ചു വയ്ക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഉണ്ണിയുടെ അഴുക്കായ തുണി ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് മാമ എർത്തിൻ്റെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ലോണ്ട്രി ഡിറ്റർജൻ്റ് ആണ്. ദിസ് ഇസ് എക്സ്ക്ലൂസീവ്ലി കുഞ്ഞു കുട്ടികളുടെ തുണികൾ അലക്കാനായിട്ടുള്ള ഒരു സ്പെസിഫിക് ഡിറ്റർജൻ്റ് ആണ്. ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇത് കംപ്ലീറ്റ്ലി ബേബീസിന് സേഫ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ മറ്റ് ഡിറ്റർജൻറ്റ് മേടിക്കുന്നതിന് അത്രേ വില വരുന്നുള്ളൂ. സോ ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡിറ്റർജൻ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ടുള്ളൊരു ഡിറ്റർജൻറ്റ് മേടിച്ചുകൂടാ. പിന്നെ ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഹാൻഡ് വാഷിന് യൂസ് ചെയ്യാം, മെഷീൻ വാഷിന് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിത് ആക്സെപ്റ്റ് ചെയ്തത്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തു കേട്ടോ. അതിൻ്റെ നല്ല റിസൾട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിങ്ങളുടെ അടുത്ത് അതിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഇവർ ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മാമ എർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും നാച്ചുറലും കെമിക്കൽ ഫ്രീയും ആണെന്നാണ്. പിന്നെ ഇവർ പ്ലാസ്റ്റിക് പോസിറ്റീവാണ്. അതായത് ഇവർ പ്ലാസ്റ്റിക് കൂടുതൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഇവർ റിസൈക്കിൾ ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. അവർ എഴുതിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ബ്ലീച്ച് ഇല്ല, ഫോസ്ഫേറ്റ് ഇല്ല, SLS ഇല്ല, ഫോം ബൂസ്റ്റേഴ്സ് ഇല്ല, ഒപ്റ്റിക്കൽ ബ്രൈറ്റ്നസ് ഇല്ല. അങ്ങനെ ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ക്ലെൻസിങ്ങോ ബ്രൈറ്റ്നസ് വരുത്താനായിട്ടുള്ള ഒരു തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. കുഞ്ഞു കുട്ടികളുടെ സ്കിന്ന് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയവർ യൂസ് ചെയ്യുന്ന ഏതൊരു പ്രോഡക്റ്റിലും, ഇപ്പോൾ ഡിറ്റർജൻ്റ് ആയാലും ശരി, നമ്മളിപ്പോൾ ക്രീംസ് യൂസ് ചെയ്യാനും അതിലൊക്കെ ആൽക്കഹോൾ കണ്ടൻറ്റ്, ഫ്രേഗ്രൻസ് ഒക്കെ വരുത്താൻ വേണ്ടി ചിലപ്പോൾ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങളിൽ യൂസ് ചെയ്യുന്നത് അൺസേഫാണ്. ചിലപ്പോൾ അവരുടെ സ്കിന്ന് അതിൽ റിയാക്ട് ചെയ്തിട്ട് ഇറിറ്റേഷൻസ് വന്നേക്കാം. പിന്നെ നമ്മൾ സാധാരണ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്യുമ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഉണങ്ങിക്കഴിഞ്ഞാൽ തുണിക്ക് ആ ഡിറ്റർജൻറ്റിൻ്റെ സ്മെല്ലുണ്ടാവും. അപ്പോൾ കുട്ടികളിൽ ഇത് നല്ലതല്ല. ചില ഫ്രേഗ്രൻസ് ഒക്കെ ചിലപ്പോൾ കുട്ടികളുടെ സ്കിന്നിന് മേൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. പക്ഷേ ഈ ഡിറ്റർജൻറ്റിൻ്റെ സ്മെല്ല് വാഷ് ചെയ്ത് കഴിഞ്ഞാലും അത് തുണിയുടെ മേലിൽ ട്രാൻസ്ഫർ ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി എന്താ പറയുക, തുണിയുടെ അഴുക്കിൻ്റെയും പിന്നെ ഡിറ്റർജൻറ്റിൻ്റെയും സ്മെല്ലും ഒക്കെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യും, ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ഏജൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുപ്പിയുടെ സൈസ് ഒരു എന്താ പറയുക, ഒരു 1000 ml ആണ്. പക്ഷേ ഇതിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ ഇത് വേറെ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ കാണിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അപ് ടു 8 ക്ലോത്ത്സ് വരെ 5 ml യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ബക്കറ്റിലേക്ക് 5 ml ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നീട് ഉണ്ണിയുടെ അഴുക്കായ തുണി ഒന്ന് മുക്കി വെക്കുകയാണ് ഒരു 35-40 മിനിറ്റ് വരെ. ഓക്കെ, ഇത് ഹാൻഡ് വാഷ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുവരെ ഇൻസ്ട്രക്ഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മെഷീൻ വാഷ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആവും കേട്ടോ. ഓക്കെ, ഞാനൊരു 40 മിനിറ്റ് മുക്കി വെച്ചു. കണ്ടില്ലേ, ആ സ്റ്റെയിൻസ് ഒക്കെ പെട്ടെന്ന് പോയി. കുറച്ച് മാത്രം ഒന്ന് ആ പോക്കറ്റിൻ്റെ ഏരിയയിൽ ചെറിയൊരു സ്റ്റെയിൻ ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് തിരുമ്പണം. പക്ഷെ ഒറ്റ സോക്കിങ്ങിൽ തന്നെ ഒരുവിധം നല്ലോണം സ്റ്റെയിന് പോയിട്ടുണ്ട്. ഇനി ഒന്ന് തിരുമ്പി നല്ല വെള്ളത്തിലൊക്കെ മുക്കി ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഇപ്പോൾ കണ്ടില്ലേ, മാമ എർത്തിൻ്റെ പ്ലാന്റ് ബേസ്ഡ് ഡിറ്റർജൻറ്റ് ഫോർ ബേബീസ് യൂസ് ചെയ്തിട്ട് ഉള്ള റിസൾട്ടാണിത്. ഇത് കഴുകി വൃത്തിയാക്കി ഞാൻ ഉണക്കിയതാണ്. ഒറ്റ വാഷിൽ തന്നെ എല്ലാ കറകളും പോയി. അധികം എനിക്ക് തിരുമ്പേണ്ട ആവശ്യമൊന്നും വന്നില്ല. പിന്നെ തീരെ സ്മെല്ലില്ല കേട്ടോ, ഡിറ്റർജൻറ്റിൻ്റെ സ്മെല്ലൊന്നും ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് കറക്റ്റാണ്. എലിമിനേറ്റ്സ് ഓഡർ. അപ്പോൾ സ്മെല്ല് കംപ്ലീറ്റ് ആയിട്ട്
ഇല്ലാണ്ടാക്കും, ഡിറ്റർജൻറ്റ് സ്മെല്ല് ഇതിലേക്ക് ട്രാൻസ്ഫർ ആവില്ല എന്ന് പറയുന്നത് സത്യം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല റിസൾട്ടാണ് ഇത് കാണിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ പ്രോഡക്റ്റ് ഓൺലൈനിലാണ് അവൈലബിൾ. ഇതുവർ ഡയറക്റ്റ്ലി അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാം, mamaearth.in, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്രൈന്നോ ഒക്കെ മേടിക്കാം. ഇത് അവിടെയൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട്, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, 20% ഡിസ്കൗണ്ട് കിട്ടും. ജസ്റ്റ് എൻ്റെ പേരിലുള്ള ഒരു കൂപ്പൺ ടൈപ്പ് ചെയ്താൽ മതി, അതായത് സംഗീത 20 എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മാമഎർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സിലെ എക്സിസ്റ്റിംഗ് പ്രൈസിൽ നിന്നും ഒരു 20% കിഴിവ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഡിസ്കൗണ്ട് കൂപ്പൺ യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പിന്നെ ഈ വെബ്സൈറ്റ് mamaearth.in ലിങ്കും ഞാൻ താഴെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി വാങ്ങിക്കുക, ഇത് ഉപയോഗിക്കുക. പിന്നെ ഇത് പലതരത്തിലുള്ള സൈസ് ഉണ്ട്. എനിക്കിപ്പോൾ കിട്ടിയത് 1000 ml ആണ് അവരെനിക്ക് അയച്ചു തന്നത്. പക്ഷേ അവരുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ താഴെയുള്ളത് ഉണ്ട്, ഇതിൻ്റെ ചെറിയ സൈസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനായിട്ട് മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.